أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور. نمتعهم قليلا ثم نضطرهم إلى عذاب غليظ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1408 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31 അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്താ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ. ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തില് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മകന് നൽകിയ ഉപദേശങ്ങളെ ഉദ്ധരിച്ചതിന് ശേഷം അതിനെ തുടർന്ന് അള്ളാഹു പ്രബോധിത സമൂഹത്തോട് നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതായി നമ്മൾ കാണുകയുണ്ടായി. ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയും തന്നെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തരികയും പ്രത്യക്ഷവും പരോക്ഷവുമായ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്തത് അള്ളാഹു നിങ്ങൾക്കായി ചെയ്തു തന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ടും അള്ളാഹുവിനെ കുറിച്ച് ജ്ഞാനമായ യാതൊരു വിധത്തിലുള്ള ജ്ഞാനവും അതുപോലെ ദൈവിക മാർഗദർശനവും വേദഗ്രന്ഥത്തിന്റെ പിൻബലമൊന്നുമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ചില ആളുകൾ സ്വീകരിക്കുന്ന അവരോട് പ്രയോജനപ്പെടുത്താനും ആ പാതയിലൂടെ സഞ്ചരിക്കാനുമായി ആവശ്യപ്പെട്ടാൽ അവര് പറയുക ഞങ്ങളുടെ പൂർവികരെ അതേപടി പിൻപറ്റുകയാണ് എന്നാണ്. മാർഗം അവലംബിച്ചവരായിരുന്നില്ലെങ്കിലും അവരെ പിൻപറ്റുക വഴി പിശാച് ഇവരെ നരകത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇവരങ്ങനെ തന്നെയാണോ ചെയ്യുക എന്നതാണ് തുടർന്ന് അള്ളാഹു അവരോട് ചോദിക്കുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ ഈ സംഗതിയുടെ ഒരു മറുവശം അള്ളാഹു വ്യക്തമാക്കുകയാണ്. വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന നിഷേധികളായി നിലകൊണ്ട
അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയും കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പരിശ്രമിക്കാതിരുന്ന ആളുകളെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായ ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഈ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിൻ. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മികളായി ജീവിക്കുന്ന ആളുകൾ. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ. മുഹ്സിനായിക്കൊണ്ട് ജീവിക്കുക. അതുപോലെ അള്ളാഹുവിന് ഇഹ്സാൻ ചെയ്യുന്ന നന്മ ചെയ്യുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകൾ. രണ്ട് കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തത്, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൽപ്രവർത്തനങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളിലും മുഴുകിയ ആളുകൾ, വിശ്വാസവും വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ. സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവനായിക്കൊണ്ട്, ഇഹ്സാൻ ചെയ്യുന്നവനായിക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട, അള്ളാഹുവിന് സ്വയം സമർപ്പിച്ച ആളുകൾ. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അവര് തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം എങ്ങനെയുള്ളതാണ് എന്നതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഫഖദ് ഇസ്തംസക, അങ്ങനെ ഒരാള് പിടിച്ചിരിക്കുന്നത് ബിൽ ഉർവത്തിൽ വുസ്ഖ, ബലിഷ്ഠമായ ഒരു പാശത്തിലാണ്. വളരെ ബലമുള്ള, ഉറപ്പുള്ള ഒരു പാശം, ഒരു കയറിലാണ് അവര് അങ്ങനെ ഒരാൾ പിടിച്ചിരിക്കുന്നത്. അത് അറ്റുപോവുകയില്ല, മുറിഞ്ഞു പോവുകയില്ല. അത്രയും സുശക്തമായ ഒരു പാശത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു ജീവിത സരണി പിന്തുടരുന്ന ഒരാള് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദുർബലമായ ഒരു വഴിയിലല്ല, അല്ലെങ്കിൽ ദുർബലമായ ഒരു അവസ്ഥയിലല്ല അയാളുള്ളത്. അള്ളാഹുവിന് സമർപ്പിക്കുന്നത് നന്മ ചെയ്യുന്നവനായിക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരാള്, അയാള് ഏറ്റവും ശക്തമായ, ഏറ്റവും ഉജ്ജ്വലമായ ഒരു വഴിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അയാൾ പിടിച്ചിരിക്കുന്ന പാശം ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന, അറ്റുപോകുന്ന ഒന്നല്ല. ഏറ്റവും ബലിഷ്ഠമായ ഒരു പാശത്തിലാണ് അയാള് പിടിച്ചിരിക്കുന്നത്. അപ്പോ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. വുസ്ഖ എന്ന് പറഞ്ഞാല് ഭദ്രതയുള്ള, ഉറപ്പുള്ള എന്നൊക്കെയാണ്. ഉർവത്ത് എന്ന് പറഞ്ഞാൽ പാശം, കയറ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വൈലല്ലാഹി ആഖിബത്തുൽ ഉമൂർ. കാര്യങ്ങളുടെ ആത്യന്തിക പരിണിതി, ആത്യന്തിക നിർണയം, അന്തിമമായ ഫലം നിർണയിക്കുന്നത് അള്ളാഹുവാണ്. അല്ലെങ്കിൽ അത് നിർണയിക്കപ്പെടുന്നതിന് വേണ്ടി കാര്യങ്ങൾ തിരിച്ചയക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ വൈലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും അതിന്റെ ആഖിബത്ത് നിർണയിക്കപ്പെടുന്നതിന് വേണ്ടി, അതിന്റെ അന്തിമ ഫലം നിർണയിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്കാണ് തിരിച്ചയക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അള്ളാഹുവിന് വിധേയപ്പെടുകയും സൽക്കർമ്മികളായിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവര് ഏറ്റവും സുശക്തമായ, ഭദ്രമായ ഒരു പാശത്തിലാണ് പിടിച്ചിട്ടുള്ളത്. അവര് തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഏറ്റവും ഭദ്രമായതാണ്. അവരുടെ ജീവിത സരണി ഏറ്റവും സുരക്ഷിതമായതാണ്. അവരുടെ എന്നല്ല, എല്ലാ കാര്യങ്ങളുടെയും അന്തിമമായ തീരുമാനം, അന്തിമമായ അതിന്റെ ആഖിബത്ത് നിർണയിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ നേരത്തെ അള്ളാഹു എല്ലാവിധ ദൃഷ്ടാന്തങ്ങളും അവർക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന വിധത്തില് അവരുടെ മുന്നിൽ ഒരുക്കി വെച്ചതിന് ശേഷവും യുക്തിഭദ്രമായ, അതുപോലെ ദൈക്ഷണികമായ തലത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില്
അവരുടെ മുന്നിൽ ന്യായങ്ങള് ബോധ്യപ്പെടുത്തിയതിനു ശേഷവും യാതൊരു ജ്ഞാനപരമായ അടിത്തറയും ഇല്ലാതെ, സന്മാർഗബോധവും ഇല്ലാതെ, ദൈവിക ഗ്രന്ഥത്തിന്റെ പിൻബലവും ഇല്ലാതെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ തർക്കിക്കുന്ന ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ മറ്റൊരു കൂട്ടര് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെടുകയും ഏറ്റവും ശരിയായ മാർഗം തെരഞ്ഞെടുത്തുകൊണ്ട് സന്മാർഗികളായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. അവര് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും ഭദ്രമായ, ഏറ്റവും സുശക്തമായ ഒരു സരണിയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റു. പ്രവാചകരെ, ആരെങ്കിലും നിഷേധിയാവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന വിധത്തിൽ ജീവിക്കാനും നിഷേധിയാവാനുമാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ ഫലാ യഹ്സുൻക കുഫ്റു, അയാളുടെ നിഷേധം താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല, താങ്കളെ ഖിന്നനാക്കേണ്ടതില്ല. കാരണം അത് അയാളുടെ തീരുമാനമാണ്, അയാളുടെ ചോയ്സാണ്. ആരെങ്കിലും നിഷേധിയായിക്കൊണ്ട് വലിയ അഹന്തയും നിഗളിപ്പൊക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവരങ്ങ് എല്ലാം കീഴടക്കി കളയും, എല്ലാം സ്വന്തമാക്കി കളയും എന്ന ഒരു നാട്യമൊന്നും അവർ കൊണ്ടു നടക്കേണ്ടതില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ഇലൈന മർജിഉഹും, അവരൊക്കെയും നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് തിരികെ എത്തുക. ഫനുനബ്ബിഉഹും ബിമാ അമിലു, അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടാണ് അവര് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് എന്ന കാര്യം നാം അവർക്ക് വ്യക്തമാക്കി കൊടുക്കും ആ ഘട്ടത്തിൽ. ഫനുനബ്ബിഉഹും, നാം അവരെ അറിയിക്കും, ബിമാ അമിലു, അവരെന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത്. അവർക്കും വിശ്വാസമാർഗത്തിലുള്ള ആളുകൾക്കും ഒരേപോലെ അവസരങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് തീരുമാനിച്ചത് നിഷേധികളാകാനാണെങ്കിൽ സത്യം മൂടിവെക്കാനും പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനോട് നന്ദികേട് കാണിക്കാനുമാണ് അവര് തീരുമാനിച്ചതെങ്കിൽ അത് താങ്കളെ വിഷമിപ്പിക്കണ്ട. അവരെ കാര്യങ്ങൾ അറിയിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അവര് തെറ്റായ വഴി, കുഫറിന്റെ വഴി തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിന്റെ പേരിൽ താങ്കള് വിഷമമുള്ളവനാവേണ്ടതില്ല. കാരണം ഇവരൊക്കെയും തന്നെ തിരികെ എത്താൻ പോകുന്നത് നമ്മുടെ അടുക്കലേക്കാണ്. ഫനുനബ്ബിഉഹും ബിമാ അമിലു, അവരുടെ ചെയ്തികളെ കുറിച്ച്, അവരെന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നാം അവരെ ആ ഘട്ടത്തിൽ അറിയിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നിശ്ചയമായിട്ടും അല്ലാഹു അവരുടെ നെഞ്ചകങ്ങളിലുള്ളത് പോലും അറിയുന്നവനാണ്. അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യങ്ങൾ പോലും അള്ളാഹുവിന് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ ഓരോരുത്തരും അവർക്ക് നൽകപ്പെട്ട അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു എന്നത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആർക്കും അത് മറച്ചു വെക്കാൻ കഴിയുകയില്ല. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവരെ വിലയിരുത്താനും അവർക്ക് അവരുടെ വിചാരണ നിർവഹിക്കാനും ഒക്കെ പോകുന്നത്. അപ്പൊ ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നിശ്ചയമായിട്ടും അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലുള്ളത്, അവരുടെ സ്വദറുകളിലുള്ളത് അറിയുന്നു. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ. നുമത്തിഉഹും ഖലീല, അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത്, അവർക്ക് നാം പരിമിതമായ വിധത്തിലുള്ള വിഭവങ്ങൾ നൽകുന്നുണ്ട്. സുമ്മ നൽത്തറുഹും, പിന്നീട് നാം അവരെ തള്ളിവിടും. ഇലാ അദാബിൻ ഖലീൽ, വളരെ പാരുഷ്യമുള്ള കഠിനമായ ശിക്ഷയിലേക്ക്. അപ്പോ സ്വന്തം നിലക്ക് തന്നെ നിഷേധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്ന ആളുകൾ, അവര് നുമത്യുഹും ഖലീല, ഭൗതിക ലോകത്ത് ഈ ഐഹിക ജീവിത കാലഘട്ടത്തില്
അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു മത്താഴ്, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കണക്കിനുള്ള വിഭവങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നാം അവർക്കത് നൽകുകയും ചെയ്യും. എന്നാൽ അതിനെ തുടർന്ന് യഥാർത്ഥ ജീവിതം പാരത്രിക ജീവിതമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ യഥാർത്ഥ ജീവിതത്തില് അവരനുഭവിക്കാൻ പോകുന്നത് സുമ്മനൽത്തൊറുഹും, നാം അവരെ അങ്ങ് തള്ളിവിട്ടേക്കും, ഇലാ അദാബിൻ ഖലീൽ, അതികഠിനമായ പരുഷമായ ശിക്ഷയിലേക്ക് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് സത്യം കണ്ടെത്തി മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശരിയായ ജീവിത സരണി തെരഞ്ഞെടുക്കുകയും നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ്. നന്മകൾ ചെയ്തുകൊണ്ട്, ഹസനാത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം. എന്നാൽ പലരും അതിന് കൂട്ടാക്കാതെ നിഷേധികളായിക്കൊണ്ടും നന്ദികേട് കാണിക്കുന്നവരായിക്കൊണ്ടുമൊക്കെ ജീവിക്കുന്ന ഒരു കാഴ്ച, അതും അവരെ ഏറ്റവും ഏറെ ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവര് കാണിക്കപ്പെടുകയും അവരെ കേൾപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും അത്തരം ആളുകൾ യാതൊരു ആലോചനയും ഇല്ലാതെ തങ്ങൾ പൂർവികരുടെ വഴി അതേപടി പിൻപറ്റിക്കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആചാരങ്ങളോടൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളുടെ പ്രപിതാക്കന്മാര് ഞങ്ങളെ പഠിപ്പിച്ച അതേ സരണിയിലൂടെ സഞ്ചരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന വിധത്തിലാണ് പലരും പെരുമാറുന്നതും നിലപാടുകൾ സ്വീകരിക്കുന്നതും ഒക്കെ തന്നെ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഭൗതിക ലോകത്ത് അവരുടെ ഈ ദുനിയാവിലെ ജീവിത കാലഘട്ടത്തില് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വിഭവങ്ങൾ തീർച്ചയായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കും. അത് പക്ഷെ മത്താവുൻ ഖലീൽ മാത്രമാണ്, വളരെ പരിമിതമായ ചില ജീവിത വിഭവങ്ങൾ മാത്രമാണ്. ഭൗതിക ലോകത്ത് അവർക്കും അത് തീർച്ചയായിട്ടും ലഭിക്കും. എന്നാൽ പാരത്രിക ലോകത്ത് അവർക്ക് എല്ലാ നിലക്കും നഷ്ടമായിരിക്കും, അവര് പരാജിതരായിരിക്കും, അവര് കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരായി മാറും എന്നാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ 3 ആയത്തുകളാണ് സൂറത്തുൽ ലുഖ്മാനിലെ 22 മുതൽ 24 വരെയുള്ള 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ടു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിൽ മനുഷ്യന്റെ മുന്നിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ വെളിച്ചത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും എന്നിട്ട് സത്യമാർഗം തിരഞ്ഞെടുക്കാൻ വേണ്ട സാഹചര്യം അവരുടെ മുന്നിൽ ഒരുക്കി വെച്ച വിധത്തില് ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ആളുകളിലേറെ പേരും കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ച പോലെ അവരുടെ കുടുംബപരമായോ അല്ലെങ്കിൽ അവരുടെ ഏത് സംഘത്തിലാണോ അവര് ഉൾപ്പെട്ടിരുന്നത് എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തില് അവര് മറ്റുള്ളവര് ചെയ്തു പോന്ന അല്ലെങ്കിൽ പിന്തുടർന്നു പോകുന്ന വഴിയിൽ ആലോചനയോ ചിന്തയോ അന്വേഷണമോ ഒന്നും ഇല്ലാത്തവരായിക്കൊണ്ട് അന്ധമായി അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാൻ സാധിക്കുക. അത് മതകാര്യങ്ങളിലായാലും ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികളിലായാലും ആളുകളിൽ പലരും അങ്ങനെ ഒരു അന്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് പ്രവാചകന്മാര് ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്ന കാലഘട്ടത്തിലും നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു പ്രവണത കാണിക്കുന്ന ആളുകൾ സമൂഹത്തിലേറെ ഉണ്ട് എന്നല്ല, പലപ്പോഴും ഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊക്കെയുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ആലോചന ഇല്ലാത്തവരും ദൈക്ഷണികമായ അന്വേഷണം നടത്താത്തവരും സത്യം കണ്ടെത്താനുള്ള ആ കോൺഷ്യസ് ആയ എഫേർട്ട് നടത്താത്തവരും ഒക്കെ ആയിട്ടാണ് കൂടുതൽ പേരും നിലകൊള്ളുന്നത്.
എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതി. അപ്പോ വിജയം വരിക്കുന്നത് അള്ളാഹുവിന് സമർപ്പിക്കുകയും അത് മുഹ്സിനായിക്കൊണ്ട് സ്വയം അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. അവര് പിടിച്ചിരിക്കുന്നത് നല്ല കരുത്തുള്ള ഉറപ്പുള്ള ഒരു പാശത്തിലാണ്. ഏതെങ്കിലും നിലക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ജീവിത സരണിയല്ല അവര് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവര് പിടിച്ചിരിക്കുന്ന കയറ്, അവര് പിടിച്ചിരിക്കുന്ന പാശം അത് അറ്റു വീണു പോകുന്ന വിധത്തിലുള്ളതല്ല. ഇതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. ഏറ്റവും ഭദ്രമായ സുശക്തമായ ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വലിയ വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണ് മനുഷ്യന് ഏറ്റവും പ്രയോജനകരമായ ജീവിത വെളിച്ചം അവരുടെ മുന്നില് അദ്ദേഹം അവതരിപ്പിച്ചപ്പോ സ്വന്തം നാട്ടുകാരും അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെ അത് ഉൾക്കൊള്ളാനോ പിൻപറ്റാനോ സന്നദ്ധരാവാതെ പിന്തിരിഞ്ഞു പോയി കളയുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നത്. അത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യക്തിപരമായി വല്ലാത്ത ദുഃഖവും പ്രയാസവും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഇവിടെ പറയുന്നത് അങ്ങനെ ആളുകള് സ്വന്തം നിലക്ക് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ നിഷേധികളായി ബുദ്ധിയും ധിഷണയും ഒന്നും പ്രയോജനപ്പെടുത്താത്തവരായിക്കൊണ്ട് നിലകൊള്ളുന്നുവെങ്കിൽ, അങ്ങനെ അവർ നീങ്ങുന്നുണ്ടെങ്കിൽ പ്രവാചകരെ അത് താങ്കളെ വിഷമിപ്പിക്കേണ്ടതില്ല. കാരണം ഇവരൊക്കെയും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ എത്തും. അവരുടെ കോൺഷ്യസ് ആയ തീരുമാനങ്ങൾ, അവർ ബോധപൂർവമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ പേരിൽ തീർച്ചയായിട്ടും അവര് അള്ളാഹുവിന്റെ അടുക്കല് അതിന് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്നവരായി മാറുകയും ചെയ്യും. ഒരു കാരണവശാലും അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നവരാവുകയില്ല അവര് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.